മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ ജലപിരങ്കി പ്രയോഗിക്കുകയായിരുന്നു. തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറെ നേരം ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകർ ചെരുപ്പും കൊടിക്കമ്പുകളും പോലീസിന് നേരെ വലിച്ചെറിഞ്ഞു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റിയ വാഹനത്തിനു മുന്നിൽ നിന്നും പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഫർസീൻ മജീദ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ മാസപ്പടി കേസിൽ പ്രതി ചേർത്ത സാഹചര്യത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു കളക്ടറേറ്റ് മാർച്ച്. KPCC മെമ്പർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വീണ വിജയൻ നമുക്ക് ഇതിനു മുമ്പ് വന്ന വാർത്തയാണ്. പക്ഷേ നമ്മൾ 1.7 കോടി എന്ന് ആദ്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ 2.7 കോടിയാണ് അദ്ദേഹത്തിന്റെ മകൾ കൈപ്പറ്റിയത്, ഒരു സേവനവും നടത്താതെ എന്നതാണ് കണ്ടത്. എല്ലാറ്റിനും ന്യായീകരണവുമായി വരുന്ന AK ബാലൻ ഉൾപ്പെടെയുള്ള ആളുകളെ പുറത്തു വന്ന് പറഞ്ഞു അതിലൊന്നും അഴിമതിയില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താണെന്ന് പറയാൻ തയ്യാറാകണം. നമ്മൾ ആലോചിച്ചാട്ടെ, ഒരു സേവനവും നടത്തിയിട്ടില്ല. ചോദിക്കുമ്പോൾ പറയുന്നത് എന്താ? അത് അക്കൗണ്ടിലേക്ക് പണം അയച്ചു കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അത് വീണ വിജയന്റെ അച്ഛൻ മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെത്. വീണ വിജയൻ താമസിക്കുന്നത് ക്ലിഫ് ഹൗസിലാണ്. കുറെ സമയം ക്ലിഫ് ഹൗസിൽ താമസിക്കും, പിന്നീട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ വീട്ടിനകത്ത് താമസിക്കും, ഔദ്യോഗിക ഭവനത്തിൽ. അങ്ങനെ മാറി മാറി താമസിക്കുന്ന വീണ വിജയന്റെ പേരിൽ ഒരു കടലാസ് കമ്പനി ബാംഗ്ലൂരിൽ രജിസ്റ്റർ ചെയ്തു, എക്സാലോജിക്ക്. നിലവിലൊരു സേവനവും കൊടുത്തിട്ടില്ല. ഒരു സേവനവും കൊടുക്കാതെ ഈ തുക കൈമാറുന്നത് അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്, ആ സൗജന്യങ്ങൾ വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിൽ മോഹൻ അധ്യക്ഷനായ ചടങ്ങിൽ ഫർസീൻ മജീദ് സ്വാഗതം പറഞ്ഞു. രാഹുൽ വേച്ചിയോട്, ജോഷി കണ്ടത്തിൽ, ഷിബിന VK, മുസിൻ കാദിയോട്, സുധീഷ് വെള്ളച്ചാൽ, ഫർഹാൻ മുണ്ടേരി, വരുണ M, K ജിതിൻ, അമൽ കുറ്റ്യാട്ടൂർ എന്നിവർ നേതൃത്വം നൽകി. ഇന്നറിയാൻ ന്യൂസ് കേരള, കണ്ണൂർ. Family Wedding Center, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ.